വചനമൊഴി ഡിസംബർ 14. വചനഭാഗം ഹെബ്രായർ 3:12-19, ലൂക്കായുടെ സുവിശേഷം 11:33-36. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. നിന്റെ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. നിന്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ദുഷിച്ചതെങ്കിലോ നിന്റെ ശരീരം ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമാണെങ്കിൽ വിളക്ക് അതിൻ്റെ കിരണങ്ങൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നതുപോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് ആണ്. ഒരു വിളക്ക് കൊളുത്തി പറയുടെ കീഴിലാരും വയ്ക്കാറില്ല, പ്രവേശിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കുവാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആണ്. കണ്ണാണ് നമുക്ക് കാഴ്ച നൽകുന്നത്, ദർശനം നൽകുന്നത്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് കണ്ണുകൊണ്ട് നല്ലത് കാണുവാനാണ്. നല്ലത് കാണുന്നു എങ്കിൽ അത് നമ്മിൽ നന്മ ഉളവാക്കും, നമ്മിൽ പ്രകാശം പരത്തും. കാണുന്നത് ദുഷിച്ചതാണ് എങ്കിൽ, കാണുന്നത് മോശമാണ് എങ്കിൽ നമ്മെയും അത് ദുഷിപ്പിക്കും. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ആയി മാറുന്നത്. അതുപോലെ തന്നെ കണ്ണ് കാഴ്ചപ്പാട് നൽകുന്നതാണ്, ദർശനങ്ങൾ നൽകുന്നത്. നല്ല ദർശനങ്ങൾ രൂപപ്പെടുത്തുവാൻ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, സമൂഹ ജീവിതത്തെക്കുറിച്ച്, സഭാത്മക ജീവിതത്തെക്കുറിച്ച് നല്ല ദർശനങ്ങൾ രൂപപ്പെടുത്തുവാൻ ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുവാനും നല്ല ദർശനങ്ങൾ രൂപപ്പെടുത്തുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആമേൻ.